പ്രിയമുള്ളവരെ, കളരി ഗുരുകുലം, ബോധിധർമ്മ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിംഗ്, കരാട്ടെ പോലത്തെ എല്ലാ ആയുധകലകളുമായി MKM ജ്വല്ലറിക്ക് മുകളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പി മുഹമ്മദ്, നമ്മുടെ മയമാക്ക എന്ന് വിളിക്കുന്ന മുഹമ്മദാണ് ക്ലാസ് എടുക്കുന്നത്. MKM ജ്വല്ലറി MD കുഞ്ഞാൻ കാക്കയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏഷ്യൻ കുട്ടൻ, ജയേഷ് തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ. കുഞ്ഞാക്ക ഒരു എക്സ് കരാട്ടക്കാരനാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു, കളിയിലൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അത് എനിക്കറിയാവുന്നത് ഞാൻ കുഞ്ഞാക്കിയതിന് ഏറ്റവും അനുയോജ്യനായ ഉദ്ഘാടകൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞത്. അപ്പോൾ എന്തായാലും മംഗളായി ഇവരെ കൈകൊണ്ടിട്ട് വളരെ ഉഷാറായിട്ട് വളരെ ഉന്നതിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ കുഞ്ഞാക്കാക്കും ഒപ്പം നമ്മുടെ എങ്കിലും ഞാൻ ഒരു 2.5 വർഷത്തോളം 3 വർഷത്തോളമായിട്ട് നമ്മുടെ മുഹമ്മദ് മാഷപ്പുണ്ട്. സ്ഥിരമായിട്ട് ജിമ്മ് ചെയ്തിരുന്ന അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം, അതായത് ജിമ്മിൻ്റെ ശരീരം നമുക്ക് വേണ്ട രീതിയിൽ ഫ്ലെക്സിബിൾ ആവില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ അതിനൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ചെന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ്, ശരീരത്തിലും മനസ്സിലുണ്ടായ മാറ്റം, നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഇത്രയും മഹത്തരമായിട്ട് പഠിപ്പിക്കണ, അതായത് 10-40 വർഷത്തോളം ഈ കാര്യത്തിൽ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് മാർഷൽ ആർട്സിൻ്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ടും ഇത്രത്തോളം കഴിവില്ലേ, ഒരു അത്ഭുതം മനുഷ്യനാണ്. നമ്മൾ കണ്ടാൽ അങ്ങനെ മൂപ്പരെ സംസാരത്തിനൊന്നും മതിക്കൂല, പക്ഷേ അത്ഭുതം ഉള്ളിൽ ഒളിപ്പിച്ച ഒരു അപൂർവം മനുഷ്യനാണിത്. അത് ആൾക്കാർ മനസ്സിലാക്കണം, ഈ ലോകം കാണണമെന്ന് കരുതിയിട്ടാണ് അവിടെ ഒതുങ്ങിക്കൂടി അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ഇട്ടത്. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഡാൻസ് കുട്ടികൾക്ക് താല്പര്യമുണ്ട്, കുട്ടികൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചേരാം. ചെറിയ ഫീസാണ്. സമയം നിങ്ങൾക്ക് അനുസരിച്ചുള്ള സമയത്തിനനുസരിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും. പിന്നെ ഈ ബോധിധർമ്മ എന്ന കല 5-ാം നൂറ്റാണ്ടിൽ ബോധിധർമ്മൻ എന്ന് പറഞ്ഞ ആളിലൂടെ വ്യാപിച്ച് ചൈനയിലൊക്കെ പോയിട്ട് വളരെ ബൃഹത്തായിട്ട് അവിടെ നല്ല പദ്ധതികൾ, അതായത് അല്ലെങ്കിൽ അവിടെ കരാട്ടേൻ്റെ ഈ മാർഷൽ ആർട്സിൻ്റെ വളരെ പ്രചാരണം നടത്തി. അത് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ട്, അതിൽ ലോകത്തിൽ ഇന്ന് വരെയുള്ള ഏറ്റവും മഹത്തരമായൊരു കലയെ കൊണ്ടു നടന്ന ബോധിധർമ്മനിലൂടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയി ചൈനയിൽ വ്യാപിച്ച്, ചൈനയിൽ അത് വളരെ ബൃഹത്തായി ചൈനയുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ആ സംഭവത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മുടെ മാഷൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാവും ഞാൻ